Hi all, welcome to iPlus Training Solution. നമ്മൾ പീരിയോഡിക് ടേബിളിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Which of the following is the correct order of atomic radii of the element oxygen, fluorine and nitrogen? Atomic radii correct order ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ഓക്സിജനും ഫ്ലൂറിനും നൈട്രജനും ആണ്. ഇതിൽ നൈട്രജന്റെ ആറ്റോമിക് നമ്പർ നമുക്കറിയാം 7 ആണ്, ഓക്സിജൻ 8 ആണ്, ഫ്ലൂറിന് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരേ പീരീഡിൽ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ ആറ്റോമിക് റേഡി എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കും? കുറയും അല്ലെ, ഡിക്രീസ് ചെയ്തു വരികയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ഡിക്രീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കുറവ് ഏതിനായിരിക്കും? ഫ്ലൂറിനായിരിക്കും, അതിനുശേഷം ഓക്സിജൻ, ദെൻ നൈട്രജൻ. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഡിസ്ക്രൈബ് ദ അച്ചീവ്മെന്റ് ഓഫ് മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ? മെൻഡലീഫ് പീരിയോഡിക് ടേബിളിന്റെ പ്രധാന ഒരു അച്ചീവ്മെന്റ് ഏതാണെന്നാണ് പറയുന്നത്, ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മെറിറ്റ്സ് പഠിച്ചിട്ടുണ്ട്. പ്രഡിക്ഷൻ ഓഫ് നോബൽ ഗ്യാസസ്, ഇറ്റ് എലിമിനേറ്റഡ് ദ ബ്ലാങ്ക് സ്പേസസ് ലെഫ്റ്റ് ഇൻ ദി ടേബിൾ, predicting that the elements can be arranged based on their properties, an element in a trend has an average atomic mass of the elements above and below it. ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു മെറിറ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഈ ഒരു predicting the elements can be arranged based on their properties. ഈ ഒരു എലമെന്റ്സിനെ അതിന്റെ പ്രോപ്പർട്ടിനെ ബേസ് ചെയ്ത് അറേഞ്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് എന്ത് പറയാനായിട്ട് പറ്റി? ഇനി വരാനിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കാനിരിക്കേണ്ട ആ സ്ഥാനത്തിരിക്കേണ്ട എലമെന്റ്സിനെ പറ്റിയുള്ള കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ സ്വഭാവ സവിശേഷതകൾ പറയാനായിട്ട് പറ്റി. അപ്പൊ അദ്ദേഹം ആറ്റോമിക മാസിന്റെ ഓർഡറിൽ ഈ ഒരു എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നപ്പം നമുക്കറിയാം അല്ലെ, ആ ഒരു ടൈം ടേബിൾ, ആ ഒരു പീരിയോഡിക് ടേബിളിൽ എന്താണ് കുറെ സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്പേസിൽ വരുന്ന എലമെന്റ്സിന്റെ ക്യാരക്ടർ ഇന്നതൊക്കെ ആയിരിക്കുമെന്ന് അദ്ദേഹത്തിന് പറയാനായിട്ട് പറ്റി. അത് പിൽക്കാലത്ത് ആ ഒരു എലമെന്റ്സ് കണ്ടുപിടിച്ചപ്പോ, ഗാലിയം പോലുള്ള എലമെന്റ്സ് കണ്ടുപിടിച്ചപ്പോ അത് ശരിയാണെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തതാണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്തത് നോക്കൂ. ബോറോൺ ഈസ് ആൻ എലമെന്റ് non-metal and is placed under group 13 and period 2. How can borons form bonds with the other elements? അപ്പൊ ബോറോണിന്റെ ആറ്റോമിക് നമ്പർ നമുക്കറിയാം അല്ലെ, എത്രയാണ്? 5 ആണ്. 5 ആയതുകൊണ്ട് തന്നെ അതിന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ ബോറോണിന്റെ നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 3 ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ടാണ് ബോറോൺ എന്ത് ചെയ്യുക? കോമ്പൗണ്ട് ഫോം ചെയ്യുക. ഓപ്ഷൻ ബി ആണ്, ബൈ ഷെയറിംഗ് 3 ഇലക്ട്രോൺസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. Electronegativity is defined as the ability of an element to form bonds by gaining electrons. How does the electronegativity of elements varies across the period? അപ്പൊ എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എബിലിറ്റി ഓഫ് ആൻ എലമെന്റ് ടു ഫോം ബോണ്ട്സ് ബൈ ഗെയിനിങ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ സ്വീകരിച്ച് ബോണ്ട് ഫോം ചെയ്യാനുള്ള ഒരു കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ആറ്റത്തിന്റെ കഴിവ്. അങ്ങനെയാണെങ്കിൽ പീരീഡ്സിൽ എങ്ങനെയായിരിക്കും? ഒരു പീരീഡിൽ പോകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും? it increases more electron added to the same shell. അപ്പൊ നമുക്കറിയാം ഒരു പീരീഡിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ഏത് പീരീഡ് എടുത്താലും ആ പീരീഡിലെ എല്ലാ എലമെന്റ്സിന്റെയും ഷെൽ നമ്പർ സെയിം ആയിരിക്കും. പക്ഷെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും അവിടെ എന്താണ്? ഇലക്ട്രോണിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. അപ്പൊ ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ എന്താണ്? ഈ ഇലക്ട്രോണിനെ ഇങ്ങനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടും. ഓക്കെ, ആറ്റത്തിന്. അങ്ങനെ എന്ത് ചെയ്യും? ആ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് മെറ്റാലിക് ക്യാരക്ടർ ഡൗൺ ദി ഗ്രൂപ്പ്? ഒരു പീരിയോഡിക് ടേബിളിലെ താഴോട്ട് പോകുന്തോറും, ഗ്രൂപ്പില് താഴോട്ട് പോകുന്തോറും മെറ്റാലിക് ക്യാരക്ടർ എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്.
It decreases as a new shells are added to the element. It increases as the electron move away from the nucleus. It increases as a new atoms are added to the same shell. It decreases as the effective nuclear charge on the electron increases. നമുക്കറിയാം താഴോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ സൈസ് കൂടും അല്ലേ? ആറ്റത്തിന്റെ സൈസ് കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ന്യൂക്ലിയസിന് അകന്നിരിക്കുക. അപ്പൊ ന്യൂക്ലിയസിന് അകന്നിരിക്കുമ്പോൾ ആറ്റത്തിന്റെ സൈസ് കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ? ഇലക്ട്രോണെ വേഗം വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇറ്റ് ഇൻക്രീസസ് ഇലക്ട്രോൺസ് മൂവ് അവേ ഫ്രം ദ ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ സൈസ് കൂടുന്ന അനുസരിച്ച് ന്യൂക്ലിയസിൽ നിന്നുള്ള ഇലക്ട്രോണിന്റെ അകലം കൂടും. അതിനനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. Atomic radius generally decreases as you move from left to right across a period because of decreasing nuclear charge, increasing effective nuclear charge, adding new electron shell, decreasing the number of protons. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഒരു പീരീഡ് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും എന്ത് സംഭവിക്കും? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ഈ ഒരു എന്താണ് ആറ്റത്തിന്റെ സൈസ്, ആറ്റത്തിന്റെ റേഡിയസ് ഡിക്രീസ് ചെയ്യും. അതിനുള്ള കാരണം എന്താണ്? ഓപ്ഷൻ ബി ആണ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി ഇതില് ലാർജസ്റ്റ് സൈസ് ഏതാണ്? ഐ ആണോ, ഐ പ്ലസ് ആണോ, ഐ മൈനസ് ആണോ, ഐ പ്ലസ് 2 ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതിൽ എന്തായാലും എന്താണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഉള്ളത് ഏതിനായിരിക്കും? ഐ മൈനസിനായിരിക്കും. ഐ മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോർമൽ ഐയിൽ നിന്നും, ന്യൂട്രൽ ആയിട്ടുള്ള ഐയിൽ നിന്നും ഒരു ഇലക്ട്രോണും കൂടെ വരികയാണ് അല്ലെ? അപ്പൊ എന്തായിരിക്കും? ഇവിടെ ഇലക്ട്രോണിന്റെ എണ്ണം കൂടുതലായിരിക്കും. ഐ പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അവിടെ നിന്ന് ഒരു ഇലക്ട്രോണെ നഷ്ടപ്പെടുകയാണ്. ഐ പ്ലസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അവിടെ നിന്ന് 2 ഇലക്ട്രോണെ നഷ്ടപ്പെടുകയാണ്. അപ്പോ എന്താണ്? ഇലക്ട്രോണിന്റെ എണ്ണം എവിടെയാണോ കൂടുതൽ അവിടെയാണ് എന്തെന്ന് പറയാ? ലാർജസ്റ്റ് സൈസ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ പീരീഡ്സ് നമ്പർ കറസ്പോണ്ടന്റ് ടു ദ ഹൈയസ്റ്റ് ഡാഷ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പൊ പീരീഡ്സ് നമ്പർ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഹൈയസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലെ? നമുക്കൊരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അറിയാമെങ്കിൽ എന്താണ് അതിന്റെ പീരീഡ്സ് നമ്പർ? നമുക്ക് അതിൽ നിന്ന് ഷെൽ നമ്പർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആ ഷെൽ നമ്പർ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? പീരീഡ്സ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലെ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. Which of the following is not true about transuranium elements? Transuranium elements നെ കുറിച്ച് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. Atomic number greater than 92, elements after uranium, decay, radioactivity as they are unstable. Example is thorium. എന്താണ് transuranium elements എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് യുറാനിയത്തിന് ശേഷം ഉള്ള ആറ്റോമിക നമ്പർ ഉള്ള എലമെന്റ്സ് ആണ് ട്രാൻസ് യുറാനിയം എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ യുറാനിയത്തിന്റെ ആറ്റോമിക നമ്പർ 92 ആണ്. അപ്പൊ 92വിനേക്കാളും കൂടുതലായിട്ടുള്ള ആറ്റോമിക നമ്പർ ഉള്ളതാണ്. പിന്നെ എന്താണ്? അവ അൺസ്റ്റേബിൾ ആണ്. അതെന്താണ്? ഡിക്കേ റേഡിയോ ആക്റ്റീവില് അതെന്ത് ചെയ്യും? റേഡിയോ ആക്റ്റീവ് ആണ്. ഡിക്കേ അതുകൊണ്ട് തന്നെ അത് അൺസ്റ്റേബിൾ ആണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സാമ്പിൾ തോറിയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തോറിയത്തിന്റെ ആറ്റോമിക നമ്പർ നമുക്കറിയാം 90 ആണ്. നമ്മൾ പറഞ്ഞു ട്രാൻസ് യുറാനിയം എന്ന് പറഞ്ഞാൽ അതിന്റെ ആറ്റോമിക നമ്പർ ഗ്രേറ്റർ ദാൻ 92 ആയിരിക്കണം. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടത്തെ തെറ്റ്. ഓക്കെ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെറ്റലോയിഡ്? തന്നിരിക്കുന്നവയിൽ മെറ്റലോയിഡ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് മെറ്റലോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റലിന്റെയും നോൺ മെറ്റലിന്റെയും ക്യാരക്ടർ കാണിക്കുന്നവയാണ് മെറ്റലോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ജെർമേനിയം, സിലിക്കൺ, അലുമിനിയം, ടെലൂറിയം ഏതാണ് മെറ്റലോയിഡ് അല്ലാത്തത്? അലുമിനിയം ആണ് അല്ലെ? അലുമിനിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മെറ്റൽ ആണ്. ബാക്കി ഏതൊക്കെയാണ്? ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ആർസനിക്, ആന്റിമണി, ടെല്ലൂറിയം, പൊളോണിയം, അസ്റ്റാറ്റിൻ ഇതൊക്കെ എന്താണ്? ഇതാണ് മെറ്റലോയിഡ്സ്. അപ്പൊ ഈ മെറ്റലോയിഡ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. പിന്നെ നമുക്ക് മെറ്റൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. O2 minus F minus Na plus and Mg2 plus are called as isoelectronic species, isoneutral species, isotopes, isobars. ഇവിടെ നോക്കുക, ഇവിടെ ഇങ്ങനെ
ചാർജ് ഉള്ള അയോൺസ് ആണ് തന്നതെങ്കിൽ അതെന്തായിരിക്കും? അത് മിക്കവാറും തന്നെ ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് ആയിരിക്കും അല്ലെ. O2 മൈനസ് എടുക്കുകയാണെങ്കിൽ അവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഓക്സിജൻ ആവുമ്പോൾ 8 ഇലക്ട്രോൺ പ്ലസ് 2 മൈനസും കൂടി ആവുമ്പോൾ അല്ലെ 2 ഇലക്ട്രോണും കൂടെ വന്നു. സോ 8 പ്ലസ് 2 എത്രയാണ്? 8 പ്ലസ് 2 10 വന്നു. ഇനി ഫ്ലൂറിനാണെങ്കിൽ അവിടെ 9 ഇലക്ട്രോൺ പ്ലസ് ഒന്നും കൂടെ വന്നു അല്ലെ. F മൈനസ് ആയതുകൊണ്ട് ഒന്നും കൂടെ വന്നു. അപ്പൊ അവിടെ 10 ഇലക്ട്രോൺ. ഇനി Na പ്ലസ് ആണെങ്കിൽ Na പ്ലസ് വന്നിട്ടുണ്ടെങ്കിൽ സോഡിയം ആണ്. ടോട്ടൽ 11 ഇലക്ട്രോൺ ആണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 1 ഇലക്ട്രോൺ പോയി. അപ്പൊ 10 ഇലക്ട്രോൺ. ഇനി Mg2 പ്ലസ് 12 ആണ് അല്ലെ. Mg എന്ന് പറഞ്ഞാൽ 12 ആണ് ഇലക്ട്രോൺ. അതിൽ നിന്ന് 2 പ്ലസ് 2 എണ്ണം പോകുമ്പോൾ എന്തായിരിക്കും? 10 ആയിരിക്കും. അപ്പൊ ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. എക്സ് given x plus plus electron minus, what does the chemical reaction need to occur? Catalyst, electron affinity, electropositivity, ionization energy. എന്താണ്? X എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആറ്റം എന്ത് ചെയ്യാണ്? ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുത്തു. ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുത്തിട്ട് എക്സ് പ്ലസ് ആയി മാറുകയാണെങ്കിൽ അവിടെ എന്താണ് വേണ്ടത്? ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ് വേണ്ടത്. അത് എന്ത് എനർജിയാണ്? അയണൈസേഷൻ എനർജിയാണ് അല്ലെ. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the minimum amount of the energy that is required to remove an electron from an atom is called ionization enthalpy. Okay. ഇനി what is the oxidation state of Mn in KMnO4? KMnO4ലെ Mn ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? KMnO4 അല്ലെ. ഇതിൽ നമുക്കറിയാം ഇതിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. Oയുടെ ചാർജ് -2 ആണ്. Kയുടെ ചാർജ് +1 ആണ്. Mn ന്റെ ചാർജ് നമുക്ക് അറിയില്ല, x ഇട്ടു. ഇനി എന്ത് ചെയ്യുക? നമ്മൾ മാത്സിലൊക്കെ പ്രോബ്ലം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. ഇവിടെ എന്താണ്? ഒരെണ്ണമേ ഉള്ളൂ പൊട്ടാസ്യം. സോ 1 പ്ലസ് നമുക്ക് Mn ന്റെ ചാർജ് അറിയത്തില്ല, x പ്ലസ് ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? ഒരു ഓക്സിജൻ ആണ് -2. അപ്പോ 4 ഓക്സിജൻ ഉണ്ട്. അപ്പൊ 4 × -2 = 0 എന്ന് കിട്ടും. അപ്പൊ 1 പ്ലസ് x പ്ലസ് 8 -8 = 0 എന്ന് കിട്ടും. അപ്പൊ 1 പ്ലസ് എക്സ് നമുക്ക് ആ -8നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 8 ആകും. അപ്പൊ എക്സ് എന്ന് പറയുമ്പോൾ 8 - 1 = 7 എന്ന് കിട്ടും. അപ്പോ ഈ ഒരു Mn ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 7 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? 7 ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിഥിയം മഗ്നീഷ്യം ആൻഡ് ബെറീലിയം അലുമിനിയം, അതായത് ലിഥിയവും മഗ്നീഷ്യവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ബെറീലിയവും അലുമിനിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് റിലേഷൻഷിപ്പ് ആണ്? ഡയഗണൽ റിലേഷൻഷിപ്പ് ആണ് അല്ലെ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ എലമെന്റ്സ് ലിഥിയം ആൻഡ് മഗ്നീഷ്യം, ബെറീലിയം ആൻഡ് അലുമിനിയം ആർ സിമിലർ ടു ഈച്ച് അതർ ഇൻ ദ കേസ് ഓഫ് ഫോർമുലേഷൻ ഓഫ് ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഇൻ എ സിമിലർ കമ്പോസിഷൻ. They have a sort of similar behavior with each other, so they are said to be in diagonal relationship. അപ്പൊ ലിഥിയം മഗ്നീഷ്യം, ഈ ലിഥിയത്തിന്റെ തൊട്ടടുത്ത ഗ്രൂപ്പിൽ ഡയഗണൽ ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ് ആര്? മഗ്നീഷ്യം എന്ന് പറയുന്നത്. ഈ ലിഥിയത്തിന് സ്വന്തം ഗ്രൂപ്പിനേക്കാളും സ്വഭാവ സവിശേഷതകൾ കൂടുതലായിട്ടുള്ളത് ഏതാണ്? മഗ്നീഷ്യവുമായിട്ടാണ്. ആ ഒരു റിലേഷൻഷിപ്പിനാണ് എന്തെന്ന് പറയുന്നത്? ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ബെറീലിയോ അലുമിനിയത്തിന്റെ പേരും. ഈ ബെറീലിയത്തിനും സ്വന്തം ഗ്രൂപ്പിലുള്ള ആൾക്കാരെക്കാൾ സ്വഭാവ സവിശേഷത സാമ്യമായിട്ടിരിക്കുന്ന എന്താണ്? തൊട്ടപ്പുറത്തെ ഗ്രൂപ്പിലെ ഡയഗണൽ ആയിട്ടിരിക്കുന്ന അലുമിനിയവുമായിട്ടാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സൂപ്പർ ഓക്സൈഡ്? ഈ തന്നിരിക്കുന്നതിൽ സൂപ്പർ ഓക്സൈഡ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് സൂപ്പർ ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ in the superoxide of the element oxygen oxidation state -12. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -12 വരുന്ന ഓക്സൈഡ്സിനെയാണ് സൂപ്പർ ഓക്സൈഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുക, K2O, ഇവിടെ ഓക്സിജന്റെ ചാർജ് -2 ആണ്.
അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ പൊട്ടാസ്യം 2 ആവുമ്പോ +2 ആയിരിക്കും. അപ്പൊ ഇത് സൂപ്പർ ഓക്സൈഡ് അല്ല. ഇനി ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 2 സോഡിയം കൂടെ +2 ആണ്. ഇവിടെ ഓക്സിജന്റെ ചാർജ് -2 ആണ്. അതും സൂപ്പർ ഓക്സിഡേഷൻ അല്ല. ഇനി സൂപ്പർ ഓക്സൈഡ് അല്ല. ഇനി അടുത്തത് MgO നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ +2 ആണ്, ഇവിടെയും -2 ആണ്. പിന്നെ ഇവിടെ KO2 നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ എന്താണ്? +1 ആണ് അല്ലെ പൊട്ടാസ്യത്തിന്റെ ചാർജ്. അപ്പൊ ഇവിടെ 2 O2 ഉണ്ട്. അപ്പോ ഒരു ഓക്സിജന്റെ ചാർജ് എന്തായിരിക്കും? -½ ആയിരിക്കും കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. The acidity of oxides of Mn follows the order. അതായത് ഇവിടെ മാഗ്നീസിന്റെ കുറച്ച് ഓക്സൈഡ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ അസിഡിറ്റി ഏത് ഓർഡർ ആയിരിക്കും ഫോളോ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? അസിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അസിഡിറ്റിയും ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ നമ്പർ ഏതോ അതിനായിരിക്കും എന്തെന്ന് പറയുന്നത്? അസിഡിറ്റി കൂടുതൽ. അപ്പൊ നമുക്ക് ഏതൊക്കെ തന്നിട്ടുണ്ട്? Mn തന്നിട്ടുണ്ട് അല്ലെ? MnO ഉണ്ട്, MnO2 ഉണ്ട്, Mn2O3 ഉണ്ട്, Mn2O7 ഉണ്ട്. ഫസ്റ്റ് Mn നോക്കിയിട്ട് MnOയിലെ Mn നോക്കാം. MnO ഇതില് Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ -2 ആയതുകൊണ്ട് ഇത് +2 ആയിരിക്കും അല്ലെ? ഇവിടെ +2 ആയിരിക്കും. ഇനി MnO2 ആണെങ്കിലോ? MnO2 ആണെങ്കിൽ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഇവിടെ എന്താണ്? ഇത് -4 ആകും അല്ലെ? ഇത് -4 ആകും, 2 ഓക്സിജൻ ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് ഇത് എന്തായിരിക്കും? +4 ആയിരിക്കും ഇവിടെ. ഇനി Mn2O3 ആണെങ്കിലോ? Mn2O3 ആകുമ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഇതെന്താണ്? ഇതിവിടെ 3 ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇവിടെ -6 വരും. ഇവിടെ Mn2O3 ആണ് അല്ലെ? Mn2 ആയതുകൊണ്ട് ഇവിടെ ടോട്ടൽ +6 വരും. സോ ഒരെണ്ണത്തിന് എത്രയായിരിക്കും? Mn എത്രയായിരിക്കും? 6/2 +3 ആയിരിക്കും. ഓക്കെ. ഇനി Mn2O7 കേസ് എടുക്കുകയാണെങ്കിലോ? Mn2O7 കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ O7 ഉണ്ട്. അപ്പൊ ഇവിടെ -14 ഉണ്ടാവും അല്ലെ? -14 ഉണ്ടാവും. ഇവിടെ Mn2 ആണ്. Mn2 ആയതുകൊണ്ട് ഇവിടെ ടോട്ടൽ +14 ഉണ്ടാവും. ദെൻ അങ്ങനെയാണെങ്കിൽ ഒരു Mn എത്രയായിരിക്കും? +7 ആയിരിക്കും. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ ഏതാണ്? Mn2O7 ആണ്. ഇവിടെ +7 ആണ്. ഇനി ഇവിടെ ആണെങ്കിൽ +4 ആണ്, ഇവിടെ +3 ആണ്, ഇവിടെ +2 ആണ്. അപ്പൊ നോക്കുക, ഏറ്റവും കൂടുതൽ ഏതിനോ അതിനായിരിക്കും അസിഡിക് നേച്ചർ കൂടുതൽ, ഏറ്റവും കുറവ് ഏതോ അതിനായിരിക്കും അസിഡിക് നേച്ചർ കുറവ് എന്ന് പറയുന്നത്. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും. Mn2O7 has the Mn in +7 oxidation state, so it is the most acidic. കേട്ടോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഒരേ കോമ്പൗണ്ടിന്റെ തന്നെ അസിഡിറ്റി കണ്ടുപിടിക്കാനാണെങ്കിൽ അതിൽ സെൻട്രൽ ആറ്റത്തിന് ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ നമ്പർ ഏതോ അതിനായിരിക്കും അസിഡിറ്റി കൂടുതൽ എന്ന് പറയുന്നത്, അസിഡിക് നേച്ചർ കൂടുതൽ. ഓക്കെ, അസിഡിക് കൂടുതൽ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കുക, ഇതില് നേരെ ഓപ്പോസിറ്റ് ആണ് ബേസിസിറ്റി എന്ന് പറയുന്നത്. ബേസിക് നേച്ചർ എങ്ങനെയായിരിക്കും? ബേസിക് നേച്ചർ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്, അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്നതിനനുസരിച്ച് ബേസിക് നേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ദ നമ്പർ ഓഫ് റേഡിയൽ ആൻഡ് ആംഗുലാർ നോഡ്സ് in a 4f orbital are respectively എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? 4f ഓർബിറ്റലിന്റെ റേഡിയലും അതുപോലെ തന്നെ ആംഗുലാർ നോഡ്സും കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം 4f ഓർബിറ്റൽ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, f ഓർബിറ്റൽ ആയതുകൊണ്ട് അസിമുതൽ ക്വാണ്ടം നമ്പർ എത്രയായിരിക്കും? നമുക്കറിയാം SPDF ആണ് അല്ലെ? അപ്പോ s ആണെങ്കിൽ 0 ആയിരിക്കും, p ആണെങ്കിൽ 1 ആയിരിക്കും, d ആണെങ്കിൽ എന്തായിരിക്കും? 2 ആയിരിക്കും, f ആണെങ്കിൽ 3 ആയിരിക്കും. അപ്പൊ ഇവിടെ 4f ആയതുകൊണ്ട് അസിമുതൽ ക്വാണ്ടം നമ്പർ എന്താണ്? അസിമുതൽ ക്വാണ്ടം നമ്പർ L = 3 എന്ന് കിട്ടും. ഇനി നോക്കുക, ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ
ഈ ഒരു ആംഗുലാർ നോഡ് എന്തിന് ഈക്വൽ ആണ്? ആംഗുലാർ നോഡ് ഈക്വൽ ടു അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ആംഗുലാർ നോഡ്സ് എന്ന് പറയുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പറിന് ഈക്വൽ ആണ്. അപ്പൊ ഇവിടുത്തെ ആംഗുലാർ നോഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം 3 ആയതുകൊണ്ട്, അതായത് ഇവിടുത്തെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ L ഈക്വൽ ടു 3 ആയതുകൊണ്ട് ആംഗുലാർ നോഡും എന്തായിരിക്കും? 3 ആയിരിക്കും. ഇനി റേഡിയൽ നോഡ് കണ്ടുപിടിക്കാനാണെങ്കിലോ, റേഡിയൽ നോഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? n മൈനസ് L മൈനസ് 1 ആണ്. ഓക്കെ, റേഡിയൽ നോഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n മൈനസ് L മൈനസ് 1 ആണ്. n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 4 മൈനസ് L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ 3 മൈനസ് 1. അപ്പൊ എന്താണ്? 4 മൈനസ് 3 എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. 1 മൈനസ് 1 0 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ 3യും അതുപോലെ തന്നെ ആംഗുലാർ നോഡ്സ് എന്ന് പറയുന്നത് 3യും അതുപോലെ തന്നെയാണ് റേഡിയൽ നോഡ് എന്ന് പറയുന്നത് 0യും ആയിരിക്കും. ഓക്കെ, 0യും ആയിരിക്കും. അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്, 0 3 ആണ്. നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ദ നമ്പർ ഓഫ് ആംഗുലാർ നോഡ്സ് ഈക്വൽ ടു L, ദ നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് ഈക്വൽ ടു n മൈനസ് L മൈനസ് 1. ഇനി ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആംഗുലാർ നോഡ് പ്ലസ് റേഡിയൽ നോഡ്സ് ആണല്ലോ ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ്. അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? n മൈനസ് 1 ചെയ്താൽ മതി. ഓക്കെ, ടോട്ടൽ നോഡ്സ് കണ്ടുപിടിക്കാനായിട്ട് n മൈനസ് 1 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടുത്തെ n 4 ആണ്. സോ 4 മൈനസ് 1 ഈക്വൽ ടു 3 ആയിരിക്കും. ഓക്കെ, ടോട്ടൽ നോഡ്സ്. അപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇവിടെ ആംഗുലാർ നോഡ്സ് മാത്രമേ ഉള്ളൂ അല്ലെ, അവിടെ എന്തില്ല? റേഡിയൽ നോഡ്സ് ഇല്ല. സോ 3 ആണ് ആൻസർ കേട്ടോ. ഇനി ഒരു അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഹാലജൻ ആർ ഇൻ ദി ഓർഡർ. ഇവിടെ തന്നിരിക്കുന്ന ഓർഡറിന്റെ ഏതാണ് ശരിയായിട്ടുള്ള ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? നമുക്കറിയാം അല്ലെ, ഇത് പീരിയോഡിക് ടേബിളില് ഈ ഒരു ആറ്റം എങ്ങനെയാ കിടക്കുന്നത്? ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആണ് അല്ലെ. അപ്പൊ നോർമലി എന്താണ്? താഴോട്ട് പോകും തോറും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ നെഗറ്റീവ് ചാർജ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം ക്ലോറിനേക്കാളും ഏതിന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറവായിരിക്കും? ഫ്ലൂറിൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറവായിരിക്കും. ഓക്കെ, അതായത് ഈ ഒരു ഓർഡറാ വരിക. ക്ലോറിൻ ഗ്രേറ്റർ ദാൻ ഫ്ലൂറിൻ, ഗ്രേറ്റർ ദാൻ ബ്രോമിൻ, ഗ്രേറ്റർ ദാൻ അയഡിൻ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോർമലി താഴോട്ട് പോകുന്തോറും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അതിന്റെ ചാർജ്. അതനുസരിച്ച് ഏറ്റവും മുകളിലുള്ളത് ഫ്ലൂറിൻ ആണ്. അപ്പൊ ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വരേണ്ടത്. പക്ഷേ ഈ ഒരു ഓർഡർ വരാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൂറിനെ സംബന്ധിച്ച് ഫ്ലൂറിൻ ചെറുതാണ്. അപ്പൊ ചെറുതായതുകൊണ്ട് തന്നെ 2p ഓർബിറ്റലിലേക്കാണ് വരുന്ന ഇലക്ട്രോണുകളെ എല്ലാം സ്വീകരിക്കുന്നത്. ക്ലോറിനെ സംബന്ധിച്ച് ക്ലോറിൻ കുറച്ചുകൂടെ സൈസ് വലുതാണ്. 3p ഓർബിറ്റലിലേക്കാണ് വരുന്ന ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നത്. അപ്പൊ ഈ 2p ഓർബിറ്റലിലേക്ക് സ്വീകരിക്കുമ്പോൾ ഇലക്ട്രോണുകളെല്ലാം കൺജസ്റ്റഡ് ആയിട്ട് ഇലക്ട്രോൺ റിപ്പൾഷൻ അവിടെ ആർക്ക് കൂടുതലാണ്? ഫ്ലൂറിന് കൂടുതലാണ് ക്ലോറിനെ അപേക്ഷിച്ചിട്ട്. അതുകൊണ്ടാണ് ഫ്ലൂറിന് ക്ലോറിനേക്കാളും കുറവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വരാനുള്ള കാരണം. നോക്കുക, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി is the enthalpy change associated with an isolated gaseous atom when it gains an electron to form its corresponding anion. അതായത് ഒരു gaseous സ്റ്റേറ്റിലേക്കുള്ള ഒരു ആറ്റം ഇലക്ട്രോണെ സ്വീകരിച്ചു കഴിയുമ്പോൾ അതിന്റെ ആനിയോണിൽ ഉണ്ടാവുന്ന മാറ്റം. ഓക്കെ, ഇനി on moving down the group electron gain enthalpy become less negative at the atomic size as well as the nuclear charge increases. നോർമലി താഴോട്ട് പോകും തോറും എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്? അതിന്റെ നെഗറ്റീവ് ചാർജ് കുറഞ്ഞു വരികയാണ്. ആറ്റോമിക സൈസും അതുപോലെ ന്യൂക്ലിയർ ചാർജ് ഒക്കെ കാരണം. is more prominent than that of nuclear charge. The electron gain enthalpy of F is less negative than that of chlorine due to the electron repulsion of the small sized atom. ഈ ഒരു പോയിന്റ് മാത്രം ഓർത്ത് വെക്കുക. ക്ലോറിനേക്കാളും എന്തുകൊണ്ടാണ് ഫ്ലൂറിന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ ചാർജ് നെഗറ്റീവ് ചാർജ് കുറവ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൂറിനില് ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടുതലാണ് അതിന്റെ സ്മോൾ സൈസ് കൊണ്ട്.
ഓക്കെ, അപ്പോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഈ ഒരു പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് വരിക. അപ്പൊ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.